ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സെപ്പോഴും ആ പരമാത്മതലത്തിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഇന്ദ്രിയദ്വാര അത് ബഹിർഗമിക്കുകയേ ഇല്ല. അതെപ്പോഴും തൻ്റെ ഉറവിടത്തിലേക്ക്, മനസ്സിൻ്റെ ഉറവിടം ബോധമാണ്. ബോധം ആത്മാവിൽ നിന്ന് ബോധമായും, ബോധം മനസ്സായും, മനസ്സിന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളായും രൂപാന്തരപ്പെടുന്നു. അപ്പോഴേക്കും യഥാർത്ഥമായ വസ്തുവിൽ നിന്നും വളരെ വ്യത്യസ്തമായ അനുഭവമാണ് ഉണ്ടാവുക. ഏതുപോലെ നീരാവിയും ഐസും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. നീരാവി കാണാൻ കഴിയാത്തതാണ്, സർവ്വവ്യാപിയാണ്. അത് എങ്ങനെ തൊട്ടാലും നമുക്കറിയാൻ കഴിയില്ല. എന്നാൽ ആ നീരാവി തണുത്ത് വെള്ളമായി, വെള്ളം തണുത്ത് എന്തായി? ഐസായി മാറും. ഐസായി മാറുമ്പോഴേക്കും അത് നാമമായി, രൂപമായി, തണുപ്പായി, കട്ടയായി, ഉറച്ച് കല്ലുപോലെ വരുന്നു. അതിനാകൃതിയായി. അപ്രകാരമാണ് ഇന്ദ്രിയദ്വാര അത് ബഹിർഗമിക്കുമ്പോൾ. അതിനാൽ വാക്കും ചിത്തവുമെത്താത്ത ആത്മാനുഭവമാണു നീ, ജീവൻ മുക്തിപദാരൂഢ നായി നീണാൾ ജയിക്കുക. വാക്കും ചിത്തവും എത്താത്തോ ഒരാത്മാനുഭവമാണു നീ. നമ്മൾ ഓരോരുത്തരും വാക്കും മനസ്സും എത്താത്ത ആത്മാനുഭവമാണ് നാം ഓരോരുത്തരും. നമ്മളൊരു പ്രത്യേക ആകൃതിയിൽ ഒരു സ്ത്രീയായി, പുരുഷനായി, കുട്ടിയായി, വയസ്സായി, ഇതൊക്കെ വാസ്തവത്തിൽ ഈ ശരീരത്തിനാണ്. ഈ ശരീരമല്ല നാം ആരും തന്നെ. അതാണ് വാക്കും ചിത്തവും എത്താത്ത, ഈ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണത്. വാക്കും ചിത്തവും എത്താത്ത ആത്മാനുഭവമാണ് നീ, ജീവൻ മുക്തി പാദാരൂഢ നായി നീണാൾ ജയിക്കുക. ജീവൻ മുക്തി പദത്തിലെത്തിയിട്ട് നീ പരമാനന്ദിയായി കഴിയൂ. അതാണ് ജന്മോദ്ദേശം, അതാണ് ജീവിതത്തിലെ പരമപ്രധാനമായിട്ടുള്ളത്. അതിന് തുല്യമായി ലോകത്തിൽ മറ്റൊന്നും തന്നെ ഇല്ല. അതറിയാൻ വേണ്ടിയാണ് നാം ഈ ദേഹമെടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്. ശരീരമെടുത്താൽ അറിയേണ്ടതും അത് തന്നെയാണ്. ഈ ബോധം എപ്പോഴും നമ്മളിൽ ഉറച്ചിരിക്കണം. നാം വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാം ആരാണ് വാസ്തവത്തിൽ? അതാണ് അന്വേഷിക്കേണ്ടത്. നാം ആരാണെന്ന്. ഈ ശരീരത്തോടു കൂടിയ വ്യക്തിയല്ല വാസ്തവത്തിൽ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയാമകമായിരിക്കുന്ന ആ ശക്തിയുടെ അംശമാണ് നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം തന്നെയാണല്ലോ ഒരു കടൽ ജലവും, ഒരു തിര തന്നെയാണല്ലോ കടലും ആയിരിക്കുന്നത്. എന്നാൽ തിരയിൽ നമുക്ക് കപ്പലോടിക്കാൻ കഴിയില്ല, കടലിൽ നമുക്ക് കപ്പലോടിക്കാം. എന്നാൽ ആ തിര കടലിനോട് ലയിച്ചാലോ തിരയും കടലും രണ്ടല്ല ഒന്നായി മാറും. അപ്രകാരമാണ് നാം അതുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ അത് തന്നെയാണ് നാം ഓരോരുത്തരും. ഈ ബോധം നമ്മളിൽ ഉറയ്ക്കേണ്ടിയിരിക്കുന്നു. അത് ഉറയ്ക്കുമ്പോഴാണ് നമുക്ക് പരമമായ നിർവൃതി അനുഭവമാകുക. ഇതനുഭവിക്കാനാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതനുഭവിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടം മാത്രമാണ്. ഒരു ജന്മം നമുക്ക് നഷ്ടമായി വരുന്നു. വീണ്ടും അടുത്ത ശരീരം കിട്ടുമ്പോഴേ ഇത് നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വാക്കും ചിത്തവും എത്താത്തോ ഒരാത്മാനുഭവമാണ് നീ, ജീവൻ മുക്തിപദാരൂഢ നായി നീണാൾ ജയിക്കുക. ഹരേ കൃഷ്ണ.